ഫോണും വെച്ച് വണ്ടി എനിക്ക് തോന്നിയാസോണ്ടാണ് എന്റെ വണ്ടി കൂടെ മുട്ടിച്ചിട്ട് ഞാൻ മറിഞ്ഞും വീണ് എന്നിട്ട് ഓണടിക്കണം. എന്റെ പൊന്നേട്ടാ എന്റെ വണ്ടി ചേട്ടന്റെ വണ്ടി മുട്ടിയിട്ടില്ല. മുട്ടിട്ട് നീ ഇറങ്ങി നോക്കിയാൽ ഈ ഒരു കയ്യില് ഫോണും വെച്ചു പോയി മറിഞ്ഞു ഞാൻ ഫോൺ വെച്ച് ഞാൻ നീ കൊണ്ടൊന്ന് ഇടിച്ചാണല്ലോ ഞാൻ വീണത്. എന്റെ വണ്ടി ചേട്ടന്റെ വണ്ടി മുട്ടിയിട്ടില്ലെന്നേ. നീ വണ്ടിയിൽ ആളിരിപ്പണില്ല ആളോട് ചോദിച്ചിട്ട് ഈ വണ്ടിയുടെ താക്കോല് കൂലിക്കൊല്ലും പോണെന്തിനാണ്? പിന്നെ എന്റെ വണ്ടി പണിയാൻ ആദ്യമല്ലോ ഇത് എന്റെ വണ്ടി മുട്ടാത്തോടത്ത് ഞാൻ എന്തിനീ പൈസ തരണം? പറഞ്ഞു മനസ്സിലാക്കാട്ടാ. എന്റെ വണ്ടി പണിയാനുള്ള കാശാരാണ് നിന്നെ ഞാൻ ഇവിടുന്ന് വിടൂല. എത്രാശ വേണാവും? എനിക്കൊരു 3000 രൂപ ചെലവാകും. നോക്കിയ 3000 രൂപ ചെലവാകും. ആ 3000 രൂപ 3000 കിട്ടിയാലും എനിക്ക് താക്കോൽ തരും. അതത്രയുള്ളൂ. എന്റെ വണ്ടി നീ തള്ളിയിട്ടിട്ട് അപ്പൊ ചേട്ടന് 3000 രൂപ വേണം. ചേട്ടൻ കയറി. എന്റെ കയ്യിലില്ലേട്ട് ഞാൻ പൈസ എടുത്ത് തരണ്ടേ? കയറി ചേട്ടൻ കയറി. ചേട്ടൻ കയറി. നീ കാശ് കൊടുക്കാൻ പോകണം. പിന്നെ അയാൾക്ക് പിന്നെ നിർബന്ധം പറഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടേ? ചേട്ടൻ കയറിട്ടാ പൈസ റെഡിയാക്കി തരാം. കയറി കയറി. ചേട്ടൻ എനിക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. വേറൊന്നുമല്ല, എനിക്ക് ടെൻഷൻ കയറി കഴിഞ്ഞാലേ എന്റെ കയ്യും കാലൊക്കെ വിറക്കും. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. എന്താണ് ടെൻഷൻ? ചേട്ടാ, നമ്മളറിയാതെ 10 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റും. ഇതിപ്പോ ഞാൻ 3000 രൂപ കൊടുക്കണ്ടേ? ഓ, അത് ശരിയാ. ചേട്ടൻ വണ്ടി ഓടിക്കണ കണ്ടിട്ടുണ്ട്. ഈ വണ്ടി ഒന്നും ഓടിക്കാൻ ഞാൻ ഓടിക്കാൻ പോനെ കുഴപ്പമൊന്നുമില്ല. വലിയ ഉപകാരം. പെട്ടെന്നായിട്ട് അടുത്ത ആഴ്ച എന്റെ കല്യാണം കൊണ്ട് എനിക്ക് കല്യാണം വിളിക്കാൻ പോണോടാ. ഇയാൾക്ക് കല്യാണോ? നിന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കാറാ. അയ്യോ വേണോ? വണ്ടിക്ക്